ഹലോ വെൽക്കം ടു റിഡ് ഷോർട്ട് ടോക്സ്. സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ ഒരു വിശദമായ ഒരു വിശകലനത്തിലേക്ക് കടക്കുകയാണ്. അതെ, നിങ്ങളുടെ കയ്യിലുള്ള വീക്ക്ലി, ഡെയിലി, മണിക്കൂർ, പിന്നെ 15 മിനിറ്റ് ചാർട്ടുകൾ ഇതൊക്കെ വെച്ചിട്ട് വരാനിരിക്കുന്ന തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 29, 2025 എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നോക്കാം. ഈ ചാർട്ടുകളൊക്കെ എന്താണ് പറയുന്നത്, അതൊന്ന് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. ഈ പല ടൈം ഫ്രെയിമിലുള്ള ചാർട്ടുകൾ അവയുടെ സൂചനകൾ ഒന്ന് കോർത്തിണയ്ക്കണം. അപ്പോൾ വിപണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും വരും ദിവസത്തെ പ്രധാന സാധ്യതകളും നമുക്ക് വിലയിരുത്താൻ പറ്റും. ശരിയാണ്. ഓരോ ടൈം ഫ്രെയിമിനും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. വലിയ ചിത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നെ ചെറിയതിലേക്ക് വരുന്നത് നല്ലതാണ്. ഒരു വ്യക്തത കിട്ടും. വളരെ ശരിയാണ്. അപ്പോ നമുക്ക് ആ ഏറ്റവും വലിയ ക്യാൻവാസിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? വീക്ക്ലി ചാർട്ട്. അതെന്താണ് നമ്മളോട് പറയുന്നത്? കഴിഞ്ഞ കുറച്ചു കാലത്തെ മാർക്കറ്റിന്റെ ഒരു പൊതു സ്വഭാവം അവിടെ കാണാൻ പറ്റുമല്ലോ. തീർച്ചയായും. അപ്പോൾ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ വില ഏകദേശം 24,650 ആ ഒരു നിലവാരത്തിലാണിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന് തൊട്ടുമുകളിലായിട്ട് 25,200 തൊട്ട് 25,300 വരെയുള്ള ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണുണ്ട്. ആ ലെവല് നിർണായകമാണല്ലേ? അതെ. ആ സോണിന് താഴെയായിട്ട് വില ഒരു സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുകയാണ്. കൺസോൾഡേറ്റ് ചെയ്യുവാണ് എന്ന് പറയാം. അതായത് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരുതരം വടംവലി അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ കുറച്ചാഴ്ചകളിലെ ക്യാൻഡിലുകളൊന്ന് ശ്രദ്ധിച്ചാൽ അവയുടെ മുകൾ ഭാഗത്ത് നീണ്ട നിഴലുകൾ കാണാം. നീണ്ട നിഴലുകൾ. അതെ. ടെക്നിക്കൽ ഭാഷയിൽ നമ്മളിതിനെ റിജക്ഷൻ വിക്സ് എന്നൊക്കെ പറയും. ഓഹോ, അതായത് വില മുകളിലേക്ക് പോകാൻ നോക്കുമ്പോൾ ആരോ അവിടെ ശക്തിയായി വിറ്റ് താഴേക്ക് തള്ളുന്നു, അങ്ങനെയാണോ? പ്രത്യേകിച്ച് ആ 25,000 ലെവലിന് മുകളിൽ. അതെ, കൃത്യമായി പറഞ്ഞു. ആ 25,000-ന് മുകളിലേക്ക് കടക്കാൻ മാർക്കറ്റ് പല തവണ ഒരു ശ്രമം നടത്തി. പക്ഷെ അവിടെ വിൽപ്പനയുടെ ഒരു സമ്മർദ്ദം, അതായത് സപ്ലൈ പ്രഷർ, അത് ശക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വാങ്ങുന്നവർക്കത് കടക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വീക്കിലി ക്യാൻഡലുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇത് മുകളിലേക്കുള്ള മുന്നേറ്റത്തിനൊരു തടസ്സമാണ് ശരിക്കും. ശരി. ഇനി RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അത് നോക്കിയാൽ ഏകദേശം 50-ൽ നിൽക്കുന്നു. 50 എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണല്ലോ. അതെ, ഒരു ന്യൂട്രൽ സിഗ്നലാണ്. വിപണിക്ക് വ്യക്തമായൊരു ദിശാബോധമില്ല, എന്നാൽ ഒരു തകർച്ചയിലുമല്ല. ഒരു തരം അനിശ്ചിതത്വം, തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതെ, അതാണ് വീക്ക്ലി ചാർട്ടിൽ കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വീക്ക്ലി ചിത്രം ഇങ്ങനെയാണ്. നല്ല ശക്തമായൊരു അപ് ട്രെൻഡ് നമ്മൾ കണ്ടു. അതിനുശേഷം വില ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഒരു മേക്ക് ഓർ ബ്രേക്ക് സോൺ എന്ന് പറയാം. മുകളിലേക്കോ താഴേക്കോ പോകാൻ സാധ്യതയുണ്ട്. അതെ, ഈ റേഞ്ചിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാം. മുകളിലേക്കോ താഴേക്കോ. പക്ഷെ എങ്ങോട്ട്, എപ്പോൾ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ശരി. അപ്പോ വീക്ക്ലിയിൽ ഒരു കാത്തിരിപ്പ് അവസ്ഥയാണ്. ആ 25,300 കടക്കുകയോ അല്ലെങ്കിൽ ഈ കൺസോളിഡേഷൻ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയോ വേണം. ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലേക്ക് വരാം. അവിടെ കുറച്ചുകൂടി അടുത്ത കാലത്തെ ആക്ഷൻ കാണുമല്ലോ. കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വെള്ളിയാഴ്ച, എന്തെങ്കിലും നിർണായകമായ മാറ്റങ്ങളുണ്ടായോ? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. തീർച്ചയായും. ഡെയിലി ചാർട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു ഡ്രാമ വ്യക്തമായി കാണുന്നത്. അവസാന ട്രേഡിംഗ് ദിവസം വെള്ളിയാഴ്ച വളരെ ശക്തമായ ഒരു ചുവപ്പ് ക്യാൻഡിലാണ് രൂപപ്പെട്ടത്. വില കാര്യമായിട്ട് താഴേക്ക് വന്നു. ഇതിനെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ആയിട്ട് തന്നെ കണക്കാക്കാം. വലിയ ചുവപ്പ് ക്യാൻഡിൽ വെള്ളിയാഴ്ചത്തെ ആ ഒരു സെന്റിമെന്റിന് ശരിക്കും മാറ്റി, അല്ലേ? അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അതെ. ആ ക്യാൻഡിലിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വില ആ 24,850, 24,900 എന്നൊരു റെസിസ്റ്റൻസ് സോണുണ്ടല്ലോ, ഉണ്ട്. അതിന് താഴെ തട്ടി നിൽക്കുമായിരുന്നു. പലതവണ ആ ലെവല് ബ്രേക്ക് ചെയ്യാനൊരു ശ്രമം നടന്നു, പക്ഷെ പരാജയപ്പെട്ടു. ആ ഒരു പരാജയം കൂടിയാണ് ഈ വിൽപ്പന സമ്മർദ്ദത്തിനും വെള്ളിയാഴ്ചത്തെ വീഴ്ചയ്ക്കും ഒരു പ്രധാന കാരണം. ഇപ്പോൾ വില എത്തി നിൽക്കുന്നത് 24,500, 24,550 എന്നൊരു പ്രധാന സപ്പോർട്ട് സോണിന് തൊട്ടുമുകളിലാണ്. അതൊരു ഡിമാൻഡ് ഏരിയ ആണല്ലോ. അതെ, അതൊരു നിർണായക ഡിമാൻഡ് ഏരിയയാണ്. അതായത് മുൻപ് നോക്കിയാൽ ഈ ലെവലുകളിൽ വാങ്ങാൻ ആളുകളൊരു താൽപ്പര്യം കാണിച്ചിട്ടുണ്ട്. ഈ സോണ് മുമ്പും ഒരു താങ്ങായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും ഈ 24,500, 550 റേഞ്ച് പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ടോ? അതോ വെള്ളിയാഴ്ചത്തെ ആ ഒരു വിൽപ്പനയുടെ ശക്തിയിൽ ഇതും താഴോട്ട് പോകുമോ?
അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ സോൺ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതാണ് തിങ്കളാഴ്ചത്തെ ഒരു പ്രധാന ആകാംക്ഷ. ഡെയിലി ചാർട്ടിലെ RSI കൂടി നോക്കണം. അത് ഏകദേശം 39ലേക്ക് താഴ്ന്നിട്ടുണ്ട്. അത് 50-ന് താഴെയാണ്. 50-ന് താഴെയാണ്. മാത്രമല്ല, താഴേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI 40-ന് താഴെ വരുന്നത് പൊതുവെ വിപണിയിലെ ഒരു ദുർബലതയെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു ബെയറിഷ് സിഗ്നലാണ്. അതെ, ഒരു ബെയറിഷ് സിഗ്നലാണ്. അതുകൊണ്ട് ഡെയിലി ട്രെൻഡ് ഇപ്പോൾ വ്യക്തമായും ബെയറിഷാണ്. താഴോട്ടുള്ള ചലനത്തിനാണ് സാധ്യത കൂടുതൽ. ഓക്കെ. എപ്പോഴാണോ വില ആ 24,850, ആ പഴയ റെസിസ്റ്റൻസ് ലെവൽ, അതിനു മുകളിലേക്ക് തിരികെ കയറി ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ ഈ ബെയറിഷ് കാഴ്ചപ്പാടിലൊരു മാറ്റം വരൂ. അതുവരെ ഉണ്ടാകുന്ന ചെറിയ ഉയർച്ചകൾ പോലും വിൽക്കാനുള്ളൊരവസരമായിട്ടായിരിക്കാം കൂടുതൽ പേരും കാണുക. ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റ്. ഓക്കെ. അപ്പോൾ വീക്ക്ലിയിൽ ഒരു കൺഫ്യൂഷൻ, ഡെയിലിയിലെ വ്യക്തമായ ഒരു ബലഹീനത. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമുകളിലേക്ക് വരാം. ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് മണിക്കൂർ, അതായത് 1H, പിന്നെ 15 മിനിറ്റ് 15M ചാർട്ടുകൾ വളരെ പ്രധാനമാണല്ലോ. അവിടെ എന്താണ് കാണുന്നത്? ഈ ഡെയിലിയിലെ ബലഹീനത അവിടെയും കാണുന്നുണ്ടോ? അതെ, തീർച്ചയായും. ഇൻട്രാഡേ ചാർട്ടുകൾ ഈ കഥയുടെ അടുത്ത ഭാഗം പറയും. 1 മണിക്കൂർ ചാർട്ട് നോക്കിയാൽ വെള്ളിയാഴ്ച വളരെ കുത്തനെയുള്ള ഒരു വീഴ്ചയാണ് കാണുന്നത്. വില തുടർച്ചയായിട്ട് ലോവർ ഹൈകളും ലോവർ ലോകളും ഉണ്ടാക്കുന്നു. ക്ലാസിക് ഡൗൺ ട്രെൻഡ് പാറ്റേൺ. അതെ, ഇത് ഹ്രസ്വകാല അളവിൽ ശക്തമായൊരു ഡൗൺ ട്രെൻഡ് നിലവിലുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്. എന്താണത്? ഈ തുടർച്ചയായ വീഴ്ച കാരണം 1 മണിക്കൂർ ചാർട്ടിലെ RSI ഏകദേശം 21-ലും 15 മിനിറ്റ് ചാർട്ടിലെ RSI 31-ലും എത്തിയിട്ടുണ്ട്. ഓഹോ, അത് വളരെ താഴ്ന്ന ലെവലുകളാണല്ലോ. ഓവർസോൾഡ് അല്ലേ? അതെ, ഇത് രണ്ടും ഓവർസോൾഡ് നിലവാരങ്ങളാണ്. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വില ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു. ഓഹോ, അപ്പോൾ ഇൻട്രാഡേ ഓവർസോൾഡ് ആണ്, പക്ഷേ ഡെയിലി ട്രെൻഡ് താഴോട്ടും. ഇതൊരു കൺഫ്യൂസിംഗ് സിഗ്നൽ ആണല്ലോ. ഡെയിലിയിലെ ആ ബലഹീനതയും ഈ ഇൻട്രാഡേ ഓവർസോൾഡും തമ്മിൽ എങ്ങനെയാണെന്ന് ബാലൻസ് ചെയ്യേണ്ടത്? ഈ ഓവർസോൾഡ് റീഡിങ്ങിനെ എത്രത്തോളം വിശ്വസിക്കാം? എന്നതുകൊണ്ട് മാത്രം ഉടൻ തന്നെ ഒരു വലിയ തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കണോ? അതോ ഡെയിലി ട്രെൻഡ് ബലഹീനമായതുകൊണ്ട് ഈ ഓവർസോൾഡ് അവസ്ഥ കുറച്ചുകൂടി നീണ്ടു നിൽക്കുമോ? ഇവിടെയാണ് ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ ആവശ്യം. ശരിയാണ്. ഓവർസോൾഡ് ആയതുകൊണ്ട് മാത്രം ഒരു ബൗൺസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു ഷോർട്ട് കവറിംഗ് റാലിക്ക്, അതായത് ഷോർട്ട് ചെയ്തവർ പ്രോഫിറ്റ് എടുക്കുമ്പോഴുള്ള ഒരു ചെറിയ കയറ്റം, അതെ, അങ്ങനെയുള്ളൊരു താൽക്കാലിക ഉയർച്ചയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. പിന്നെ വെള്ളിയാഴ്ച വില ആ 24,600 എന്ന നിലവാരത്തിനടുത്ത് എത്തിയപ്പോൾ ട്രേഡിംഗ് വോളിയം വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. വോളിയം കൂടിയിരുന്നോ? അതെ, ആ താഴ്ന്ന ലെവലിൽ വാങ്ങുന്നവർ ചെറുതായിട്ടൊന്ന് രംഗപ്രവേശനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഇതിനെ കാണാം. അപ്പോൾ ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഡെയിലിയിലെ ആ വിൽപ്പന സമ്മർദ്ദത്തെ അതിജീവിച്ച് ഈ ഇൻട്രാഡേയിലെ വാങ്ങൽ താൽപ്പര്യം വിജയിക്കുമോ? അതോ ഈ പ്രതിരോധവും തകർന്ന് വില വീണ്ടും താഴേക്ക് പോകുമോ? അതാണ് അറിയേണ്ടത്. ശരി, നമുക്കിതൊന്ന് അടുക്കു പെറുക്കാം. വീക്ക്ലിയിൽ കൺസോളിഡേഷൻ, ഡെയിലിയിൽ ബെയറിഷ് ബ്രേക്ക് ഡൗൺ, ഇൻട്രാഡേയിൽ ഓവർസോൾഡ് അവസ്ഥ, കൂടെ ഒരു പ്രധാന സപ്പോർട്ട് സോണിനടുത്ത് വോളിയം കൂടുന്നു. ഈ വ്യത്യസ്ത ടൈം ഫ്രെയിമുകളിൽ നിന്നുള്ള ചിലപ്പോൾ വിരുദ്ധമെന്ന് തോന്നാവുന്ന ഈ സൂചനകളൊക്കെ പരിഗണിച്ച് തിങ്കളാഴ്ച എങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ രൂപപ്പെടുത്താം? ഏതൊക്കെ ലെവലുകളാണ് നോക്കേണ്ടത്? ശരി, ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചത്തേക്ക് പ്രധാനമായിട്ടും 2 സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. നമുക്കവയെ ലോങ് സെറ്റപ്പ്, അതായത് മുകളിലേക്കുള്ളൊരു നീക്കം അല്ലെങ്കിൽ ബൗൺസ്, പിന്നെ ഷോർട്ട് സെറ്റപ്പ്, അതായത് താഴേക്കുള്ള നീക്കം തുടരുന്നത് എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ. ഒന്നാമതായിട്ട് ലോങ് സെറ്റപ്പ്, ഒരു ബൗൺസിനുള്ള സാധ്യത. ഇതിന് കാരണം പ്രധാനമായും ഇൻട്രാഡേ ഓവർസോൾഡ് അവസ്ഥയും ആ 24,500-550 എന്ന ഡിമാൻഡ് സോണിന്റെ സാമീപ്യവുമാണ്. ശരി. വില 24,700 എന്ന ലെവലിനു മുകളിൽ ശക്തിയോടെ നിലനിൽക്കണം. അവിടെ ഒരു സ്ഥിരത കാണിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ലോങ് എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഇതൊരു പക്ഷേ ഒരു സ്കാൽപ്പിംഗ് അവസരമായിരിക്കും, ചെറിയ ലാഭത്തിനായുള്ള ട്രേഡ്. ടാർഗറ്റ് എവിടെ വരെ നോക്കാം? ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ 24,820, അതായിരിക്കും ആദ്യത്തെ ഒരു പ്രതിരോധം. അതിനു മുകളിൽ പോയാൽ 24,880, ആ പഴയ റെസിസ്റ്റൻസ് സോണിന്റെ താഴ്ന്ന ഭാഗം. സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും 24,600 എന്ന നിലവാരത്തിന് താഴെ വെക്കണം. കാരണം ഓർക്കണം, പ്രധാന ട്രെൻഡ് ഇപ്പോഴും താഴോട്ടാണ്. ശരിയാണ്. അപ്പോൾ റിസ്ക് കൂടുതലാണ് ലോങ്ങിന്. അതെ, ട്രെൻഡിനെതിരെ പോകുമ്പോൾ റിസ്ക് കൂടുതലാണ്. ഇനി രണ്ടാമത്തെ സെറ്റപ്പ്, ഷോർട്ട് സെറ്റപ്പ്, അതായത്
നിലവിലെ ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യത. ഡെയിലി ചാർട്ടിലെ ബലഹീനത കണക്കിലെടുക്കുമ്പോൾ ശരിക്കും ഇതാണ് കൂടുതൽ സാധ്യതയുള്ളൊരു നീക്കം. അപ്പോ എവിടെയാണ് ഷോർട്ട് പോകാൻ നോക്കേണ്ടത്? വെള്ളിയാഴ്ചത്തെ ആ ലോ ഉണ്ടല്ലോ, ഏകദേശം 24,580. അതിന് താഴേക്ക് വില നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്താൽ അത് കൂടുതൽ വിൽപ്പനയ്ക്ക് വഴിവെക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു ഷോർട്ട് എൻട്രിക്ക് നല്ല അവസരമാണ്. താഴോട്ട് എവിടെ വരെ പോകാം? ഇതിന്റെ ലക്ഷ്യങ്ങൾ 24,500 ആദ്യത്തെ സപ്പോർട്ട്. അത് തകർന്നാൽ പിന്നെ 24,420. ഒരു പക്ഷേ 24,300 വരെയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ്? ഈ ഷോർട്ട് എൻട്രിക്കുള്ള സ്റ്റോപ്പ് ലോസ് 24,700 എന്ന ലെവലിന് മുകളിലായിട്ട് വെക്കുന്നതാണ് നല്ലത്. ഈ ഷോർട്ട് സാധ്യതയെ ഡെയിലിയിലെ ആ ബേരിഷ് ചിത്രം ശരിക്കും പിന്തുണയ്ക്കുന്നുണ്ട്. ആ 24,580-500 സോണ് തകർന്നാൽ പിന്നെയുള്ള സപ്പോർട്ടുകൾ താരതമ്യേന കുറച്ചുകൂടി ദുർബലമാണ്. വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകളും ഒരു ഗെയിം പ്ലാനും എന്തൊക്കെയാണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വിശകലനത്തിന്റെ എല്ലാം ഒരു കാതൽ എന്താണ്? സംഗ്രഹിക്കാം. മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് പറഞ്ഞാൽ ന്യൂട്രൽ മുതൽ ബേറിഷ് വരെയാണ്. ന്യൂട്രൽ ടു ബേറിഷ് എന്ന് പറയാം. ഡെയിലി ട്രെൻഡ് ദുർബലമായതുകൊണ്ട് താഴേക്കുള്ള നീക്കത്തിനാണ് ഒരു മുൻതൂക്കം നൽകേണ്ടത്. അപ്പോ ഇൻട്രാഡേ പ്ലാൻ ഇങ്ങനെ ക്രമീകരിക്കാം. 1. ബൗൺസ് പ്ലേ. അതെ, ബൗൺസ് പ്ലേ. 24,700 മുകളിൽ വില പിടിച്ചു നിന്നാൽ മാത്രം വളരെ ചെറിയ സ്റ്റോപ്പ് ലോസോടെ 24,820, 24,880 ലക്ഷ്യമാക്കി ഒരു ചെറിയ ലോങ് ട്രേഡ്, ഒരു സ്കാൽപ്പ്. പക്ഷേ ഓർക്കണം, ഇത് ട്രെൻഡിന് വിപരീതമായ നീക്കമാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണം. രണ്ടാമത്തേത് പ്രധാന പ്ലാൻ. അതെ, പ്രധാന പ്ലാൻ ഷോർട്ട് 24,600, 24,580 എന്ന സപ്പോർട്ട് സോൺ നിലനിർത്താൻ മാർക്കറ്റിന് സാധിച്ചില്ലെങ്കിൽ ഷോർട്ട് പൊസിഷനുകൾക്കാണ് മുൻഗണന നൽകേണ്ടത്. 24,580 തകർന്നാൽ 24,500, 24,420, തുടർന്ന് 24,300 എന്നിവയാണ് താഴോട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കേ, അപ്പോൾ ആ ലെവലുകൾ. അതിനാൽ തിങ്കളാഴ്ച നിങ്ങളുടെ റഡാറിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ലെവലുകൾ ഇവയാണ്. പ്രധാന സപ്പോർട്ട് സോൺ 24,580, 24,500. ഇത് നിലനിൽക്കുമോ എന്നത് വളരെ നിർണായകമാണ്. താഴോട്ടുള്ള ലക്ഷ്യങ്ങൾ സപ്പോർട്ടുകൾ 24,420, 24,300. പ്രധാന റെസിസ്റ്റൻസ് സോൺ 24,700. ഇതിന് മുകളിൽ പോയാൽ ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം. മുകളിലേക്കുള്ള ലക്ഷ്യങ്ങൾ റെസിസ്റ്റൻസുകൾ 24,820, 24,900, 25,050. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചെറിയ പുൾബാക്കിന് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും വലിയ ചിത്രം ഇപ്പോഴും താഴോട്ടുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് 24,580 തകർന്നാൽ. ഈ ലെവലുകൾ മനസ്സിൽ വയ്ക്കുന്നത് തിങ്കളാഴ്ചത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തീർച്ചയായും സഹായകമാകും. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ വിശകലനം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിച്ച ഈ ചാർട്ടുകളെയും അതിലെ ടെക്നിക്കൽ സൂചകങ്ങളെയും മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരു സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാതെ ഓഹരി വിപണിയിലെ നിക്ഷേപത്തിനോ ട്രേഡിങ്ങിനോ ഉള്ള ഒരു ഉപദേശമായി ഇതിനെ കാണരുത്. ശരിയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ടെക്നിക്കൽ വശം മാത്രമാണ്. വേറെ പല കാര്യങ്ങളും മാർക്കറ്റിനെ സ്വാധീനിക്കാമല്ലോ. ആഗോള വാർത്തകളുണ്ടാവാം, ഇന്ത്യയിലെ തന്നെ എന്തെങ്കിലും സാമ്പത്തിക ഡാറ്റ വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. ഇതൊക്കെ വിപണിയെ ബാധിക്കാം. അതെ. അതുകൊണ്ട് ഈ ടെക്നിക്കൽ ലെവലുകൾക്കൊപ്പം പുറത്തുവരുന്ന വാർത്തകളും മറ്റ് ഘടകങ്ങളും എങ്ങനെയാണ് പ്രതിപ്രവർത്തിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തീർച്ചയായും. മോൾക്ക് സ്വന്തമായി ആലോചിക്കാൻ ഇതാ ഒരു കാര്യം. നമ്മൾ ഈ ചർച്ചയിൽ കണ്ടതുപോലെ ചിലപ്പോൾ ഇങ്ങനെ വിരുദ്ധമായ സിഗ്നലുകൾ വരും. ഇൻട്രാഡേ ചാർട്ടുകൾ ഓവർസോൾഡ് എന്ന് പറഞ്ഞൊരു ബൗൺസിന് സാധ്യത കാണിക്കുന്നു. അതേസമയം ഡെയിലി ചാർട്ട് ബേറിഷ് ആണെന്നും കൂടുതൽ താഴോട്ടു പോകാമെന്നും പറയുന്നു. അപ്പോൾ യഥാർത്ഥ ട്രേഡിംഗ് സമയത്ത് ഈ വിരുദ്ധ സിഗ്നലുകൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ ഒരു പ്രഷറിൽ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കുക? ഏത് ടൈം ഫ്രെയിമിന്റെ സിഗ്നലിനാണ് നിങ്ങൾ സാധാരണയായി കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്? എന്തുകൊണ്ട്? ഇതൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ട്രേഡിംഗ് രീതികൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ നിങ്ങളുടെ തിങ്കളാഴ്ചത്തെ വിപണി നിരീക്ഷണത്തിനും തയ്യാറെടുപ്പുകൾക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു.